ഗൈസ്, എല്ലാവർക്കും മിക്കുസ് മീഡിയയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് അവധിയുള്ള ദിവസമല്ലയോ? ഇന്ന് കുറേ നേരം കടന്നുറങ്ങണ്ടായോ? ഈ വെകിളി വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നത് കണ്ടോ? എന്നേക്കിടി എന്നും പറഞ്ഞ് എന്നെ കുത്തി എണ്ണേപ്പിക്കാൻ നോക്കുന്നുണ്ടോ ഇവളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാ. എന്തുവാ കളിക്കാൻ വേണ്ടി ഇവൾക്ക് മിക്കുവിൻ്റെ കൂടെയൊക്കെ പോയി കൂടായോ? കളിക്കാൻ ഒരുപാട് സമയമുണ്ട്, പക്ഷെ ഉറങ്ങാൻ ഇത്തിരി സമയം കൂടെയല്ലേ ഉള്ളൂ. എന്തെങ്കിലും നശിപ്പിക്കാനുണ്ടോയെന്ന് നോക്കോ ഈ വെകളി. അമ്മച്ചിയുടെ ഇയർഫോൺ എങ്ങാനും എടുത്തിരുന്നെങ്കിൽ ഇവിടെ യുദ്ധം നടന്നാനിപ്പം. എനിക്കാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചതിൻ്റെ ക്ഷീണവും ഔഷധയും ഓരോ ചാപ്റ്റർ വീതം ഉള്ളെങ്കിലും ഊണും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് പഠിച്ചതല്ലേ ഞാൻ. അപ്പം അവധി ദിവസം എനിക്ക് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിക്കൂടെ? തന്നെയല്ല, ഈ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ പിന്നെ ഊണും ഉറക്കവും കളയേണ്ടിയില്ലയോ? കാരണം നാളെ ഉണ്ട് പരീക്ഷ. ഒരു ചാപ്റ്റർ ഉള്ളെങ്കിലും കുത്തിയിരുന്ന് പഠിക്കണ്ടേ? കളിച്ച് എന്നെ കട്ടിലിന് മണ്ടയ്ക്ക് കയറിയോളം ഉണർത്താൻ നോക്കുന്നു. ഈ വെകിളിയെ പോലെ എൻ്റെ ക്ലാസ്സിൽ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. അവളാണെങ്കിൽ പറയുന്നതില്ലയോ, അവളോട് മിണ്ടണം, വേറെ ആരോടും മിണ്ടരുത്, എപ്പോഴും അവളുടെ കൂടെ നടക്കണം. എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല, എനിക്ക് എല്ലായിടത്തും മിണ്ടി നടക്കണം. സ്കൂളുള്ള ദിവസം ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് റെഡിയാവും രാവിലെ തന്നെ. പക്ഷേ ഈ പിങ്കു എന്നോട് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അമ്മച്ചി ഇപ്പം ഇങ്ങോട്ട് വരും, പിന്നെ അമ്മച്ചിയുടെ കലാപരിപാടികൾ തുടങ്ങും. അമ്മച്ചി വരുന്നിടം വരെയെങ്കിലും ഇച്ചിരി നേരം സമാധാനമായിട്ട് കടന്നുറങ്ങാൻ ഈ വെകിളി സമ്മതിക്കത്തില്ല. 6 മണിയായിട്ട് അമ്മച്ചി വന്നിട്ട് പറയും, 8 മണിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടി, പെൺപിള്ളേർ ഇങ്ങനെ കടന്നുറങ്ങാൻ പാടില്ലടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ 3 എണ്ണത്തിനെ പുറത്താക്കിയ കഥവും ചാരി. അങ്ങനെ നോക്കുമ്പോൾ തോണ്ടി ഈ വെകിളിയാണെങ്കിൽ കഥവും തള്ളി തുറന്ന് എൻ്റെ മണ്ടയ്ക്കോട്ട് കയറി വന്ന് എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയത്. അയ്യോ, മനസമാധാനമായിട്ടൊന്ന് കടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരു വീട്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഞാൻ എൻ്റെ അമ്മച്ചി എടുത്തൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാൻ പറയുമ്പോൾ 10 രൂപയുടെ ബിസ്ക്കറ്റ്, അവൾക്കാണെങ്കിലോ 250 രൂപയുടെ ബിസ്ക്കറ്റാണ് വാങ്ങിക്കൊടുക്കുന്നത്. ഇതൊക്കെ സഹിച്ചിട്ടും ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നില്ലയോ? എന്നിട്ട് പോലും ഉറങ്ങാൻ ഇച്ചിരി സമയം തരുന്നുണ്ടോ? മാതാശ്രീ എഴുന്നള്ളുന്നുണ്ടേ. ഉദ്ദേശം പിങ്കുവിൻ്റെ തന്നെ. എന്നാൽ ഈ ആശ്മി എടുത്തിത് നടക്കില്ല മക്കളെ. ഇനി ദേവൻ തമ്പുരാൻ വന്ന് വിളിച്ചാലും ആശ്മി 8 മണിയാവാതെ എഴുന്നേക്കില്ല. അമ്മയും വെകിളിയും കൂടെ കൂടിയപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് പൊങ്ങിപ്പോയി ഗൈസ്. എന്നാലും ഞാൻ കണ്ണു തുറക്കത്തില്ല. 2 പേരും കൂടെ നോക്കുന്നുണ്ട് എന്നെ ഉണർത്താൻ വേണ്ടിയിട്ട്. ആരാ ജയിക്കുന്നതെന്ന് നമുക്ക് കാണാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ഞാൻ എഴുന്നേക്കാത്തതുകൊണ്ട് അമ്മച്ചി ആ വെകിളി എടുത്തുകൊണ്ട് ഒരു പോക്കങ്ങ് പോയി. കുറച്ച് നേരം ഞാൻ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് കാണും. ബാക്കിയുള്ളവർ വല. ഡിയർ പേരൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവധി ദിവസങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെ ഉറങ്ങാൻ സമ്മതിക്കൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ കുത്തി വിളിച്ച് ശല്യപ്പെടുത്തരുത്. ഉറങ്ങി തീരുമ്പോൾ അവരെങ്കിൽ എഴുന്നേറ്റൂടെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ, സീ യു.